പ്രിയ എങ്ങനെയാണ് ഈ യമൻ ജയിലിൽ അകപ്പെട്ടത് എന്നുള്ള കാര്യം പ്രേക്ഷകരുമായി പങ്കുവെക്കൂ. ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ യുവാവിനെ നിമിഷപ്രിയ കൊന്നു എന്നുള്ളതാണ് കേസ്. കൊന്നു എന്ന് മാത്രമല്ല, അത് വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്നതടക്കമുള്ള അതിമാരകമായ ആരോപണങ്ങളാണ് ഈ കേസിൽ നിമിഷപ്രിയക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു ഇന്ത്യക്കാരനാണ് ഈ ഒരു അനുഭവം നേരിട്ടാൽ നമുക്ക് എത്രമാത്രം ദേശീയ വികാരം ഉണ്ടാകുമോ അതിൻ്റെ ഇരട്ടി. പ്രത്യേകിച്ച് യമനിൽ ഗോത്രവർഗ വികാരം അധികമുള്ള ഒരിടമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടി വികാരം യമനികളെ സംബന്ധിച്ച് തലാലിൻ്റെ കാര്യത്തിൽ തലാലിൻ്റെ കൊലയാളി എന്ന രീതിയിൽ നിമിഷപ്രിയോടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി ശിക്ഷ കിട്ടണം എന്നുള്ളത് അവർ ആഗ്രഹിച്ചിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, യമൻ എന്ന് പറയുന്നത് ശരീഅത്ത് നിയമപ്രകാരം നീങ്ങുന്ന ഒരു രാഷ്ട്രമാണ്. ആ ശരീഅത്ത് നിയമപ്രകാരം നീങ്ങുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ട് തന്നെ ശരീഅത്ത് നിയമം അനുസരിച്ചുള്ള ശിക്ഷാ നടപടികളാണ് അവിടെ നടപ്പിലാക്കുക. അതൊരു മതേതര രാഷ്ട്രമല്ല, മതരാഷ്ട്രമാണ്. അപ്പോൾ ആ മതരാഷ്ട്രത്തിൽ നടക്കുന്ന ശിക്ഷാ നിയമം എന്ന് പറയുന്നത് കൊല ചെയ്തയാൾക്ക് ശിക്ഷ കൊല്ലുക എന്നുള്ളതാണ്. കൊലപ്പെടുത്തിയ ആളുകൾ ആരാണോ അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുക അല്ലെങ്കിൽ വിധേയയാക്കുക എന്നുള്ളതാണ്. അതാണ് നിമിഷപ്രിയയ്ക്ക് വന്ന ഒരു ശിക്ഷാവിധി. പക്ഷേ ആദ്യം തുടക്കത്തിൽ കഴിഞ്ഞ 5 വർഷമായി നിമിഷപ്രിയയുടെ കാര്യത്തിൽ സേവ് ആക്ഷൻ ഫോറം അടക്കമുള്ള 1-2 ആക്ഷൻ കൗൺസിലുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത്, സ്വാഭാവികമായും ഈ ശരിയ നിയമം നടപ്പിലാക്കപ്പെട്ട ഒരു രാഷ്ട്രം എന്ന രീതിയിൽ യമനിലെ അധികാരികളുമായി ചർച്ച നടത്തിയാൽ പോലും ഈ തലാലിന്റെ കുടുംബത്തിലേക്ക് എത്തുക എന്നുള്ളത് വലിയ പരിമിതിയായിരുന്നു. കാരണം തലാലിന്റെ കുടുംബത്തെ അത് ബോധിപ്പിച്ച് വേണം എന്തെങ്കിലുമൊക്കെ മോചന നടപടികൾ സാധ്യമാക്കാൻ. കാരണം ശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ശിക്ഷാവിധിയിൽ നിന്നും എന്തെങ്കിലും ഒരു ഇളവ് നൽകണമെങ്കിൽ ആ കൊല്ലപ്പെട്ടയാളുടെ അല്ലെങ്കിൽ ആരാണോ കൊല്ലപ്പെട്ടയാൾ അയാളുടെ കുടുംബം വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനകത്ത് ഏതെങ്കിലും ഒരു ഭരണാധികാരി വിചാരിച്ചാലോ മറ്റോ ഒന്നും തന്നെ കാര്യമില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പല തലത്തിലുമുള്ള ഇടപെടലുകൾ നടന്നത്. അതിൽ നമ്മൾ പറഞ്ഞ വ്യവസായ പ്രമുഖൻ ജേക്കബ് ചെറുവള്ളിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക തലത്തിൽ ഇടപെട്ടു. അത് വിജയം കണ്ടു. അതിന് പിന്നാലെ നയതന്ത്രത്തിലാണ് പിന്നീട് വേണ്ടത്. നയതന്ത്രമാണ് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം. അതിൽ ഈ പറഞ്ഞതുപോലെ കാന്തപുരത്തിനും ഇടപെടാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ഇടപെടൽ, അവിടുത്തെ സൂഫി പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അവിടെ ഏറെ സ്വാധീനമുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം. നമ്മൾ ഇറാനിൽ ഈ ആയത്തുള്ള ഖൊമൈനിയുടെ കാര്യമൊക്കെ പറയുന്നത് പോലെ തന്നെ അതായത് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു ആത്മീയാചാര്യനാണ് ഈ ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അദ്ദേഹം അവിടെ ഷൂറ കൗൺസിൽ അംഗവുമാണ്. ഈ ഷൂറ കൗൺസിൽ എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പോലുള്ള ഒരു സംവിധാനമാണ് അവിടെ. അങ്ങനെയുള്ള ഒരാൾക്ക് സർക്കാരുമായും ഒപ്പം തന്നെ ഈ ജനങ്ങളുമായും ഒരു ആത്മീയാചാര്യൻ എന്ന രീതിയിൽ ജനങ്ങളുമായും കൃത്യമായി ഇടപെടാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ ഇടപെടാൻ കഴിഞ്ഞതിൻ്റെ ഒരു വലിയ വിജയം അത് നേടിയെടുക്കാൻ കഴിഞ്ഞു. 5 വർഷത്തിലധികമായി ഇതിനുവേണ്ടി കഠിന പരിശ്രമം നടത്തേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ ഓർമ്മയുണ്ട്, നിമിഷപ്രിയയുടെ അമ്മയുടെ കണ്ണീർ ഒരാൾ പോലും കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കാര്യങ്ങൾ മറിഞ്ഞത് ഈ റഹീം വധക്കേസുമായി റഹീമിന്റെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് മലയാളികൾ നടത്തിയ ഒരു ഇടപെടലോടുകൂടിയാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിന് ഉരുത്തിരിഞ്ഞു വന്നത്. അന്ന് റഹീമിന്റെ മോചനത്തിന് വേണ്ടി ദിയാധനമായി 34 കോടി രൂപ അനിവാര്യമായിരുന്ന, അതൊരിക്കലും അസാധ്യമായിരുന്നു എന്ന് നമ്മൾ കരുതിയിടുന്നതാണ് റഹീമിന്റെ ഉമ്മയുടെ ഒരു കണ്ണീർ. കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളുടെയും, ഏതെങ്കിലും ഒരു മാധ്യമം മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിരുന്നു. കേരളീയ സമൂഹം ഒറ്റക്കെട്ടായിരുന്നു. അവിടെ ജാതി വൈജാത്യങ്ങൾ മറന്നു. മനുഷ്യൻ എന്ന പരിഗണന നമ്മൾ കൊടുത്തു. അങ്ങനെ അബ്ദുറഹീമിന്റെ വധശിക്ഷയിൽ നിന്നും കഴിഞ്ഞ വർഷം ജൂലൈ 2 അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ പരമാവധി ശിക്ഷ 20 വർഷമാക്കി അവിടുത്തെ സൗദി റിയാദിലെ കോടതി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ 1 വർഷം മാത്രമാണ് അദ്ദേഹത്തിന് ഇനി ശിക്ഷ അനുഭവിക്കേണ്ടത്. റഹീം അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ഇതേ കോഴിക്കോട് കാടാമ്പുഴയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് പാലക്കാടുകാരിയായ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. ഇനിയിപ്പോൾ അവർക്ക് തുടർന്ന്
തുടർന്നുള്ള ശിക്ഷകൾ എത്ര കാലം ഉണ്ടാകുമെന്നൊക്കെ സനയിലെ കോടതി തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കട്ടെ എന്ന് നമുക്ക് ഇനിയും പ്രാർത്ഥിക്കുകയോ പ്രത്യാശിക്കുകയോ ചെയ്യാം. പക്ഷേ ഒരു അമ്മയുടെ കാത്തിരിപ്പിന് വലിയ ഫലമുണ്ടാക്കാൻ ഈ ഇടപെടലുകൾക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം മരവിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ജാതിയോ മതമോ ഒന്നും അവിടെ ഇതായിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല റഹീമിന് വേണ്ടിയോ അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയോ ഇടപെട്ടിരുന്നത് എന്നുള്ളത് ഏറെ മാതൃകാപരമായൊരു കാര്യമാണ്. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും പ്രസക്തിയും. ഈ ഒരു മാനവികത തന്നെയാണ്. ഈ മാനവികത ലോകം തിരിച്ചറിയുന്നു. അത് ഇപ്പോൾ നിമിഷപ്രിയയിലൂടെ, നേരത്തെ റഹീമിലൂടെ സൗദി ഭരണകൂടം തിരിച്ചറിഞ്ഞപ്പോൾ ഇപ്പോഴിതാ നിമിഷപ്രിയയിലൂടെ യമനി ഭരണകൂടവും കേരളത്തിൻ്റെ വലിയ മാനവികത തിരിച്ചറിയുന്നു. അതിന് ജാതി മതങ്ങളുടെ വൈജാത്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അതിർവരമ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളിടത്താണ് ഇതിലെ ഏറ്റവും വലിയ മാതൃക. അർജുന, ഏറെ വെല്ലുവിളികൾ നേരിട്ട ഒരു കേസിലാണ് ഇപ്പോൾ നിർണായക വിധി. താൽക്കാലികമായിട്ടുള്ള വിധിയാണെങ്കിൽ പോലും അത് ആ അമ്മയ്ക്ക് ആശ്വാസമാണ്. ഇതാദ്യമായാണ് തലാലിൻ്റെ കുടുംബവുമായി ചർച്ച നടത്താൻ സാധിച്ചത് എന്നുള്ള സുപ്രധാന കാര്യം കൂടിയാണ് കേരള വിഷനിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വാർത്ത 3 ദിവസം മുൻപ് തന്നെ കേരള വിഷൻ പുറത്തുവിട്ടതാണ്. ഔദ്യോഗികമായി ഇപ്പോഴാണ്, നിലവിൽ അല്പം സമയത്തിന് മുൻപാണ് പുറത്തു വന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് വധശിക്ഷ നീട്ടിവച്ചത്. നിലവിൽ 3 ദിവസമായി ചർച്ച പുരോഗമിക്കുന്നതിന്റെ ഫലമായാണ് ഇത്തരത്തിൽ ഒരു സുപ്രധാന വിധി വന്നത്. ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നത്. റിയാസ് KMR ഉണ്ട് നമ്മളോടൊപ്പം. റിയാസ്, തുടരാം. തീർച്ചയായും ആശ്വാസകരമായൊരു വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ദിനം മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും ശുഭകരമായൊരു ദിനം എന്ന് തന്നെ പറയാം. രാവിലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇന്ന് പോസിറ്റീവായൊരു വാർത്ത വരും എന്നുള്ളത്. ചർച്ച പോസിറ്റീവാണ് എന്ന കാര്യം നമ്മൾ രാവിലെ പുറത്തുവിട്ടു. സ്വാഭാവികമായും ഒരു പോസിറ്റീവായ വാർത്ത പുറത്തു വരും എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. ആ പോസിറ്റീവായ വാർത്ത ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ മലയാളിയെ സംബന്ധിച്ചും ഏറ്റവും ആശ്വാസകരമായിരിക്കുന്നത്. ഇനി കാത്തിരിക്കുന്നത് ഒരുപക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റഹീമിന്റെ ഉമ്മ കാത്തിരുന്നത് പോലെ ഇനിയിപ്പോൾ നിമിഷപ്രിയയുടെ അമ്മ കാത്തിരിക്കുന്നത് നിമിഷപ്രിയയുടെ ആ ഒരു തിരിച്ചുവരവിനായിരിക്കും, ആ ഒരു മടങ്ങി വരവിനായിരിക്കും. പ്രിയപ്പെട്ട മകൾ അരികിലേക്ക് വരുന്നത്. അവർക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റ് തിരുത്തി ഇനി അവർ നല്ലൊരു വനിതയായിട്ട് ഇനി കേരളത്തിൽ ജീവിക്കട്ടെ. ഇനി ആർക്കും പുറലേൽപ്പിക്കാത്ത രീതിയിൽ അവർക്കൊരു മനസാന്തരം വന്ന രീതിയിൽ നല്ല ഒരു സ്ത്രീയെ, നല്ലൊരു വ്യക്തിത്വമായി അവർ ജീവിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അർജുന, തീർച്ചയായും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു. ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് നിലവിൽ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കേരള വിഷൻ ആണ് ആദ്യമായി ഈ വാർത്ത പുറത്തുവിട്ടത്. കഴിഞ്ഞ 3 ദിവസം മുൻപ് തന്നെ കേരള വിഷൻ ഈ വാർത്ത സ്ഥിരീകരിച്ചതാണ്. ഔദ്യോഗികമായി ചർച്ചയിൽ ഇത് സ്ഥിരീകരിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് നിലവിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചത്. കേന്ദ്ര സർക്കാരും സുപ്രീം കോടതി അടക്കം ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനപ്പുറത്താണ് നിലവിൽ AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ ചർച്ച നിലവിൽ വിജയം കണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് നിമിഷപ്രിയയുടെ അമ്മ യമനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുമായി അവരുടെ കുടുംബവുമായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നിലവിൽ സുപ്രധാന വിധി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ ആദ്യം സാധിച്ചിരുന്നില്ല. ഇതാദ്യമായാണ് തലാലിൻ്റെ കുടുംബവുമായി ചർച്ച നടത്താൻ സാധിച്ചത് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ ഉണ്ട്. നമുക്കറിയാം, സാധാരണ ഇന്ത്യയിലുള്ള ഒരു സാഹചര്യമല്ല യമനിൽ എന്നുള്ളത്. ഒരു ഗോത്ര സമൂഹവുമായി ബന്ധപ്പെട്ടും വളരെയധികം ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഫാമിലിയാണ്. ഇതൊരു കുടുംബത്തിൻ്റെ പ്രശ്നം മാത്രമായിരുന്നില്ല, ഒരു ഗോത്രത്തിൻ്റെ തന്നെ പ്രശ്നമായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നം ഒരു സർക്കാരായോ ഒരു രാജ്യമായോ മുന്നോട്ട് വെക്കുമ്പോൾ പോലും അവരത് ഇത്രയും കാലമായിട്ട് പരിഗണിക്കാത്ത ഒരു കാര്യമാണ് ഈ 3 ദിവസം കൊണ്ട് നടന്നിരിക്കുന്നതെന്നുള്ള സുപ്രധാന കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട്. റിയാസ് KMR ഉണ്ട് നമ്മളോടൊപ്പം.
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്, സുപ്രധാനമായ വാർത്തയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. അതായത് ഈ മാസം നാളെ വധശിക്ഷ നടപ്പാക്കും എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾക്കൊടുവിൽ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. നിലവിൽ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വളരെ ശുഭാപ്തി വിശ്വാസം തരുന്ന വാർത്ത തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. കേരള വിഷൻ ന്യൂസ് ഇത് 3 ദിവസം മുൻപ് തന്നെ പ്രേക്ഷകരുമായി പങ്കുവെച്ച കാര്യമാണ്. അത് സ്ഥിരീകരിക്കുന്ന വാർത്ത തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായുള്ള ചർച്ച വിജയം കണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം വഹിച്ചത് കാന്തപുരം AP അബൂബക്കർ അടങ്ങിയ ആളുകളുടെ ചർച്ചകൾ തന്നെയാണ്. ടോപ്പ് ഹെഡ്സ്. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായുള്ള ചർച്ച വിജയം.